നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ഒരു കുട്ടിയുടെ ആത്മീയ വളർച്ചയ്ക്കായി നിക്ഷേപിക്കുമ്പോൾ വരും തലമുറയ്ക്കായി സഭയെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത കേരള യുണൈറ്റഡ് വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെയും സ്ക്രിപ്ചർ യൂണിയൻ CSSM കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന അവധിക്കാല വേദപഠന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നവർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. കുട്ടികൾ സഭയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ സജീവ ശിഷ്യരാണ് എന്നും മെത്രാപ്പോലിത്ത കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വിവിധ സഭകളിൽ നിന്നുമുള്ള പ്രതിനിധികളും കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവൻ സജേഷ് മാത്യൂസ്, CSSM ഡയറക്ടർ റവൻ സുജിത് സമ്മാമൻ, അനിൽ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. നവംബർ 2 ഞായർ അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി സഭ ആചരിക്കും. വിവിധ ദേവാലയങ്ങളിൽ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷകളിലും ആരാധനയിലും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യും. ഭദ്രാസന സെന്റർ ഇടവക തലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ റാലിയും സമ്മേളനവും ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ യേശുവുമായുള്ള സജീവ ബന്ധത്തിൽ പ്രവേശിപ്പിക്കുകയും ക്രിസ്തു സാക്ഷികളായി ജീവിക്കുന്നതിന് ഒരുക്കുകയും വേണമെന്ന് സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. സഭയുമായുള്ള ബന്ധത്തിലും ദൈവാശ്രയത്തിലും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്ന അവസരമാണ് അഖില ലോക സൺഡേ സ്കൂൾ ദിനമെന്നും മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ഓർമ്മിപ്പിച്ചു. Sunday school plays a significant role in fulfilling the mission of the church. We thank God that through Sunday school, children are able to accept Jesus as their Lord and Savior and deepen their faith in Him. The Marthomo Sunday School Samajam has been instrumental in nurturing spiritual growth and strengthening faith among the church community. സമാജം ജനറൽ സെക്രട്ടറി റവൻ സജേഷ് മാത്യൂസും ആശംസകൾ നേർന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ ആത്മകഥ ജീവിതം ഒരു അഭിഷേകം നവംബർ 5 പുറത്തിറങ്ങും. വൈകുന്നേരം 5 തിരുവല്ല പുലാത്തീനിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ സിറിയക് തോമസ് പ്രകാശന കർമ്മം നിർവഹിക്കും. ഡോക്ടർ സക്രിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത പുസ്തകം ഏറ്റുവാങ്ങും. ഷാജി ജോർജ് പുസ്തകം പരിചയപ്പെടുത്തും. CSS ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ ശതാബ്ദി ആഘോഷങ്ങളും പുസ്തക വാരവും ആരംഭിച്ചു. VGM ഹാളിൽ ഒരുക്കിയ സമ്മേളനത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. വിവിധ സഭകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ സാക്ഷ്യമാണ് ക്രൈസ്തവ സാഹിത്യ സമിതി എന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. മാർത്തോമ സഭയുമായി സവിശേഷമായ ബന്ധം ക്രൈസ്തവ സാഹിത്യ സമിതിക്കുണ്ട്. സഭാമക്കളുടെ വിശ്വാസ യാത്രയ്ക്ക് ആഴവും പരപ്പും കൂട്ടുന്ന പ്രസിദ്ധീകരണങ്ങൾ സമിതി സമ്മാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ വായനകളും ഓഡിയോ ബുക്കും സാമൂഹ്യ മാധ്യമങ്ങളും ഉയർത്തുന്ന പുതിയ പരിസരങ്ങളിൽ വായന കുറഞ്ഞിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ് എന്ന് മെത്രാപ്പോലിത്ത കൂട്ടിച്ചേർത്തു. ഒരു കൂട്ടായുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ ഒരു പുസ്തകം പുറത്ത് പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എഴുതുന്നതിനായിട്ട് സാധിച്ചു വന്നേക്കാം, ചിന്തകൾ നമ്മുടേതായിരിക്കാം, എന്നാൽ അതെല്ലാം നൽകുന്നതായിട്ടുള്ള അവസരം എത്രയോ ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ടാണ് ഒരു പുസ്തകമായി വായനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്രകാരം മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ CSSI പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയും. ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതായ, അവരെ ദൈവവുമായിട്ട് ബന്ധത്തിൽ നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്നതായ ഈ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ അത് തലമുറകളെ പുതിയ ദിശയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന ഒന്നായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. റവറൻ ഡോക്ടർ TM ഫിലിപ്പ്, റവറൻ ഡോക്ടർ മാത്യു ഡാനിയേൽ എന്നിവരെ സമ്മേളനം ആദരിച്ചു. വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. റവറൻ സാം T കോശി, ഡോക്ടർ പോൾ മണലിൽ, രാജൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു.
മതവിഭാഗങ്ങളിൽ വിദ്വേഷ ശബ്ദം ഉയരുമ്പോൾ സുവിശേഷ സ്നേഹത്തിന്റെ ശബ്ദം ഉയർത്താൻ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സംസ്ഥാന വാർഷിക അസംബ്ലി അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. സമാധാനം, മാനവികത, നീതിബോധം തുടങ്ങിയ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത് എന്നും ദുർബലരുടെ രക്ഷയിൽ ഉറച്ചു നിൽക്കണമെന്നും മെത്രാപ്പോലിത്ത ഓർമ്മിപ്പിച്ചു. KCC പ്രസിഡന്റ് അലക്സിയോസ് മാർ യൗസേബിയസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്ത, KCC വൈസ് പ്രസിഡന്റ് മാത്യൂസ് മാർ സറാഫീം എപ്പിസ്കോപ്പ, ബിഷപ്പ് ജോസ് ജോർജ്, ബിഷപ്പ് സുന്ദർ സിംഗ്, സാൽവേഷൻ ആർമി ലഫ്റ്റനന്റ് കേണൽ സജു ഡാനിയേൽ, KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ അടൂർ ഭദ്രാസന DSMCയുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഗാനസന്ധ്യ സത്വാണി വേറിട്ട അനുഭവമായി. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. DSMC അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ C. എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. ഭദ്രാസന DSMC ഗായക സംഘവും ഏനാത്ത് മാർത്തോമ ഗായക സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ, അടൂർ DSMC കൺവീനർ ജോസ് തരകൻ, ഏനാത്ത് മാർത്തോമ ഇടവ വികാരി റവറൻ ഐസക് G. വർഗീസ്, സെനു തോമസ്, റവറൻ സക്കറിയ അലക്സാണ്ടർ എന്നിവർ നേതൃത്വം നൽകി. ലോകപ്രസിദ്ധ മാരാമൺ കൺവെൻഷന്റെ 131ാമത് മഹായോഗം 2026 ഫെബ്രുവരി മാസം 8 മുതൽ 15 വരെ പമ്പ മണൽപ്പുറത്ത് നടത്തും. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സ് നോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മാരാമൺ റിട്രീറ്റ് സെന്ററിൽ കൂടിയ സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയതായി സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അറിയിച്ചു. 11 വയസ്സുകാരൻ റോബോട്ടിക്സ് പ്രതിഭയുടെ കരുതലിൽ മാവേലിക്കര ജ്യോതി സ്പെഷ്യൽ സ്കൂളിന് അത്യാധുനിക ലാബ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, തെറപ്പി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ദുബായിൽ നിന്നുള്ള 11ാം ക്ലാസ്സുകാരൻ ആരിഷ് പഞ്ചോലിയുടെ നേതൃത്വത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റൈസ് ലാബ് സജ്ജമായത്. ഇമേഴ്സീവ് ലാബ്, വെർച്വൽ റിയാലിറ്റി തെറപ്പി, സ്മാർട്ട് ക്ലാസ് റൂം എന്നിവ ഉൾപ്പെടുന്ന ലാബുകളുടെ ഉദ്ഘാടനം ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ഡയറക്ടർ റവറൻ വിനോദ് ഈശോ പ്രസംഗിച്ചു. ദുബായ് ജെംസ് മോഡേൺ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ആരിഷ് പഞ്ചോലി യൂണിക് വേൾഡ് റോബോട്ടിക്സിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 വർഷമായി യൂണിക് വേൾഡ് റോബോട്ടിക്സിൽ പരിശീലനം നേടുന്ന ആരുഷ് അവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ റോബോട്ടിക്സ് ക്ലാസുകൾ എടുക്കുന്നിടയിലാണ് ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ എത്തിയത്. ദുബായിലെ വിവിധ സംഘടനകളുമായി സഹകരിച്ചും വീക്കെൻഡ് സെയിലുകൾ നടത്തിയും സമാഹരിച്ച തുക ഉപയോഗിച്ച് സ്ഥാപിച്ച ലാബുകളുടെ നിർവഹണവും നടത്തിപ്പും യൂണിക് വേൾഡ് റോബോട്ടിക്സ് ആണ് ഏകോപിപ്പിച്ചത്. കേരളത്തിലെ 10ഓളം സ്കൂളുകളിൽ ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് യൂണിക് വേൾഡ് റോബോട്ടിക്സ് സ്ഥാപകൻ ബെൻസൺ തോമസ് ജോർജ് അറിയിച്ചു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ കീഴിൽ 32 വർഷമായി പ്രവർത്തിക്കുന്ന ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറപ്പി സെന്റർ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, വൊക്കേഷണൽ ട്രെയിനിങ്, സ്പീച്ച് തെറപ്പി, ഫിസിയോതെറപ്പി, ഒക്കുപേഷണൽ തെറപ്പി തുടങ്ങിയ സേവനങ്ങൾ നൽകി വരുന്നു. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടികവർഗ ഉപപദ്ധതി പ്രകാരം മഞ്ഞത്തോട് ഉന്നതിയിൽ മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഇഞ്ചി, കുരുമുളക് എന്നിവയുടെ കൃഷിരീതി, നടീൽ, വളപ്രയോഗം, പരിപാലനം, തേനീച്ച വളർത്തലിന്റെ വിവിധ രീതികൾ, സംരക്ഷണം, മഞ്ഞൾ, വാഴ എന്നിവയുടെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സയന്റിസ്റ്റുകളായ ഡോക്ടർ വിനോദ് മാത്യു, ഡോക്ടർ അലക്സ് ജോൺ, ഡോക്ടർ റിൻസി കെ എബ്രഹാം എന്നിവർ ക്ലാസുകൾ എടുത്തു. പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തുകൾ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ KU ആശ വിതരണം ചെയ്തു. ഡോക്ടർ സിന്ധു സദാനന്ദൻ, അമ്പിളി വർഗീസ്, സ്റ്റീഫൻസൺ ജേക്കബ്, വിജി എന്നിവർ നേതൃത്വം നൽകി.
സർക്കാരിൽ നിന്നും പട്ടയം ലഭിച്ച ഭൂമിയിൽ കൃഷി ചെയ്യാൻ 30 ആദിവാസി കുടുംബങ്ങൾക്ക് നവംബർ മാസത്തിൽ ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, വാഴ എന്നിവയുടെ വിത്തുകളും പണിയായുധങ്ങളും തേനീച്ചപ്പെട്ടിയും വിതരണം ചെയ്യുമെന്ന് കാർഡ് ഡയറക്ടർ റവൻ ഷിബു സാമുവേൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ CP റോബർട്ട് എന്നിവർ അറിയിച്ചു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘം നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കമ്പ്യൂട്ടർ, തയ്യൽ, വാദ്യോപകരണ പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. തൊഴിലുകൾ അഭ്യസിച്ച് എല്ലാ ഭവനങ്ങളും സ്വയം പര്യാപ്തമാകണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. വികസന സംഘം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ രാജീവ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനശ്ശിമൂട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി. വികസന സംഘം സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, ട്രഷറർ മനോജ് ഡേവിഡ് കോശി, കേന്ദ്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് എബ്രഹാം, സാം വർഗീസ് മുള്ളംകാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ പള്ളിപ്പാട് ദീപ്തി ഭവൻ വയോജന മന്ദിരത്തിൽ സൗഹൃദ സംഗമം സീസൺ 2 സംഘടിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യ സന്ദേശം നൽകി. ഫാദർ സേവേറിയോസ് തോമസ് ഒരുക്കിയ സംഗീത വിരുന്ന് അനുഗ്രഹീതമായി. ഡയറക്ടർ റവറൻ എബി ചെറിയാൻ, വൈസ് പ്രസിഡന്റ് റവറൻ ജേക്കബ് തോമസ്, റവറൻ ലാൽ ചെറിയാൻ, കൺവീനർ മറിയാമ്മ വർക്കി, ട്രഷറർ കെ വർഗീസ്, പള്ളിപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. 600ഓളം ആളുകൾ പങ്കെടുത്തു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം വാർഷിക പഠന സമ്മേളനം നവംബർ മാസം 7, 8, 9 തീയതികളിൽ ലോണോവാല ക്രിസോസ്റ്റം ആശ്രമം ആൻഡ് മാർത്തോമ ക്യാമ്പ് സെന്ററിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ, വെരി റവറൻ തോമസ് കെ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകും. 3 ദിവസമായി നടക്കുന്ന കോൺഫറൻസിന്റെ പഠന വിഷയം മറ്റുള്ളവരിൽ എത്താൻ ക്രിസ്തുവിൽ വേരൂന്നുക എന്നതാണ്. റവറൻ സനിൽ മാത്യു വേദപഠന ക്ലാസുകൾ നയിക്കും. റവറൻ ക്രിസ്റ്റി എബ്രഹാം ഗാന പരിശീലനത്തിന് നേതൃത്വം നൽകും. ഭദ്രാസന വൈസ് പ്രസിഡന്റുമാരായ റവറൻ സജി പി സൈമൺ, ജോൺ സാൽവി, സെക്രട്ടറി രാജു ഐപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു. അറ്റ്ലാന്റ കാർമൽ മാർത്തോമ സെന്റർ 7ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. അറ്റ്ലാന്റ മാർത്തോമ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും സ്തോത്ര ശുശ്രൂഷയ്ക്കും മുൻ അഡ്മിനിസ്ട്രേറ്റർ റവറൻ സ്കറിയ വർഗീസ് നേതൃത്വം നൽകി. ഡയറക്ടർ റവറൻ ഡോക്ടർ ജെയിംസൺ കെ, വികാരി റവറൻ ജേക്കബ് തോമസ്, റവറൻ VJ മാത്യു, റവറൻ ലാറി വർഗീസ്, മാത്യു വർഗീസ്, ബ്ലെസി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, മുൻ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ, ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ ആശംസാ സന്ദേശങ്ങൾ അവതരിപ്പിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് പരിസ്ഥിതി സൗഹൃദമായി ആചരിക്കാൻ മാർത്തോമ സഭ പരിസ്ഥിതി കമ്മീഷൻ ആഹ്വാനം ചെയ്തു. സർവ്വ സൃഷ്ടികളോടും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആരാധനാലയങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹൃദമായി ആഘോഷിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പടക്കങ്ങൾ ഒഴിവാക്കുക, പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിസ്മസ് ട്രീകൾ, പുൽക്കൂടുകൾ, വിളക്കുകൾ ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. അമിതമായ പ്രകാശവും ശബ്ദവും ഒഴിവാക്കുക. പഴയ സാരികളും സമാനമായ വസ്ത്രങ്ങളും ഉപയോഗിച്ച് സഞ്ചി നിർമ്മിച്ച് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുക. ക്രിസ്മസ് അവധിക്കാലത്ത് പൊതുവാഹനങ്ങളും പങ്കിട്ട വാഹനങ്ങളിലും യാത്ര ചെയ്യുക. നോമ്പുകാലത്ത് പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുമെന്ന് കൺവീനർ റവറൻ VM മാത്യു അറിയിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.